ബാബു ബാബു ആര് ഇത്രയും ഗതികെട്ട ഗൂസുകൾ വേറെ എവിടെയെങ്കിലും ഉണ്ടാവല്ലേ? ഒരു ഗൂസിൻ്റെ മുഖത്ത് നോക്കി വിളിക്കാൻ പറ്റുന്നതാണോ അവളിപ്പോൾ വിളിച്ചത്? ഇനി ഞങ്ങൾ 3 പേരും ഒരുമിച്ചുള്ളൊരു ഈവനിങ് ആയിരുന്നു. അപ്പോൾ നമ്മളൊന്ന് പുറത്ത് പോകാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ 3 പേരും കൂടെ ഒരുമിച്ച് വീട്ടിലിരിക്കുന്ന സമയങ്ങൾ തന്നെ ഇപ്പോൾ അപൂർവമാണ്. എൻ്റെ യൂണിവേഴ്സിറ്റീൻ്റെ ബാക്കിലൊരു ലേക്കുണ്ട്, അങ്ങോട്ടേക്ക് പോകാനാണ് ഇറങ്ങിയത്. പക്ഷെ പോകുന്ന വഴിയിൽ ഇങ്ങനെ സ്ഥലം കാണുമ്പോൾ നമ്മുടെ ആൾ പിന്നെ വിടില്ലല്ലോ. ആദ്യം അങ്ങോട്ടേക്ക് കയറി, അതിന് ശേഷം നമ്മൾ ലേക്കിലേക്ക് പോയി. അവിടെ കുറേ ഗൂസുകളുണ്ട് കേട്ടോ. അതിനെയൊക്കെ കണ്ട് പേടിച്ച് നിലത്തിറങ്ങാതിരിക്കുന്നതാണ് കാണുന്നത്. പിന്നെ നമ്മൾ കോസ്റ്റ്യൂം ഒന്ന് ചേഞ്ച് ചെയ്തു. വെള്ളത്തിൽ കളിക്കാൻ പോവുകയാണല്ലോ, ഒട്ടും കുറയ്ക്കണ്ട. നല്ല വെയിലായിരുന്നു കേട്ടോ. പിന്നെ ഇതിനകത്തെല്ലാം കുഞ്ഞു കുഞ്ഞു മീനുകളും ഉണ്ടായിരുന്നു. എനിക്ക് പണ്ട് തോട്ടിലൊക്കെ മീൻ പിടിക്കാൻ പോയിരുന്നത്, എൻ്റെ ചെറുപ്പത്തിൽ തോട്ടിലൊക്കെ മീൻ പിടിക്കാൻ പോയിരുന്നതാണ് ഓർമ്മ വന്നത്. പിന്നെ അത് കാലിൽ കടിക്കുന്നു പറഞ്ഞ് ആദ്യം കുറേ നേരം ഇറങ്ങാതിരുന്നു. പിന്നെ ഇതിൻ്റെ ഹൗസാണ്, ഇതിവിടെ നിന്ന് പോവില്ല, നമ്മൾ അതിലേക്കാണ് കളിക്കാൻ വന്നേക്കുന്നതെന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചു. പിന്നെ കുറച്ച് ഫുഡൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അവിടെ ഇരുന്ന് കഴിച്ചു. അപ്പോൾ ഇവരും വന്നു കഴിക്കാൻ. എന്തെങ്കിലും കിട്ടിയാൽ നല്ലതല്ലേ. ഇവർക്കൊന്നും ഒരു പേടിയില്ല കേട്ടോ. കാലിൻ്റെ ഇടയിലൊക്കെ വന്നാൽ ഇരുന്നുകൊണ്ടിരുന്നത്. പിന്നെ അവളൊരു പീസ് ഇട്ട് കൊടുത്തപ്പോൾ അത് കഴിച്ചു ഓടി വന്ന്. അത് കണ്ടപ്പോൾ ആമിക്ക് വീണ്ടും എക്സൈറ്റ്മെൻറ്റായി. പിന്നെയും ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ നീ ഇത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇനി നിൻ്റെ പിന്നാലെ വീട്ടിലോട്ട് വരും എന്ന് പറഞ്ഞപ്പോഴാണ് നിർത്തി. ഇവിടെ ഇങ്ങനെ ഒരു ബ്രിഡ്ജും ഈ ലേക്കും ഉണ്ട്. പക്ഷേ ഇതിനകത്താന്ന് തോന്നുന്നു ഇവർ നീന്തി കളിക്കുന്നത്. അതത്ര വൃത്തിയില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ പോകുമ്പോൾ കുറച്ചുകൂടെ വലിയ ടൈപ്പ് ഗൂസിനെ കണ്ടു. അതിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അത് കുറച്ച് ചീറ്റുമായിരുന്നു. പിന്നെ ഞങ്ങൾ ട്രെയിനിൻ്റെ സമയമൊക്കെ നോക്കി തിരിച്ചു പോയി.